ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് പല്ല കഴിച്ച് റെഡി ആയിട്ട് നേരെ മെസ്സിൽ പോകട്ടോ. മെസ്സിൽ പോകുന്നു എൻ്റെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിക്ക് വയ്ക്കും. എൻ്റെ അമ്മ പഠിപ്പിച്ചൊരു പണ്ടൊരു ശീലമാണ്. അപ്പോഴാണ് എൻ്റെ മസാല ദോശയും ചായയും മാടി വിളിക്കുന്നു, വേഗം പോയി പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. എനിക്ക് എൻ്റെ മെസ് ഫുഡിൽ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് മസാല ദോശ. അത് ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ. അപ്പോഴേക്ക് ഇന്ന് കുറച്ച് ബിസിയുള്ള ഡേ ആണ്. അപ്പം ഞാൻ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് ഞാനിപ്പോൾ ഈ സമയത്ത് 11 മണി സമയത്താണ് ഞാൻ കുർബാനയ്ക്ക് പോകുന്നത്. അപ്പോൾ കുർബാനയ്ക്ക് പോകുന്ന മുന്നേ എനിക്കിന്ന് ഇവിടെ നിന്ന് കുറച്ച് ഒതുക്കി വൃത്തിയാക്കാണ്ടായിരുന്നു. കാരണം എനിക്ക് നരങ്കോലയെ ഭയങ്കര ബുദ്ധിമുട്ട് കാണാനായിട്ട്. അപ്പോൾ അത് ഒതുക്കി വൃത്തിയാക്കി ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നേരെ പള്ളിയിൽ പോയിട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, കാരണം രാവിലെ എല്ലാവരും പള്ളിയിൽ പോയതുകൊണ്ട് ഞാൻ ആ സമയത്ത് എനിക്കകത്തുകൊണ്ടും ഈ സമയത്താണെങ്കിൽ ആരും പള്ളിക്ക് വരാറൊന്നുമില്ല, കുറച്ച് പേരുണ്ടാവത്തുള്ളൂ. അപ്പോൾ കുർബാന കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോവാണ്. ഇനി ഹോസ്റ്റലിൽ നിന്നിട്ട് വേണം ഫുഡൊക്കെ ഓർഡർ കഴിക്കാനായിട്ട്. പിന്നെ ഭയങ്കര രസം ഒറ്റയ്ക്ക് നടക്കാനായിട്ടോ. ഹേയ് ഗായ്സ്, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു, ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള റിപ്ലൈ ആർക്കും കൊടുത്തില്ല. അപ്പോൾ ഞാൻ വീഡിയോയിലിടുമ്പോൾ വിശദമായിട്ട് പറയാം എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. അപ്പം ഞാൻ ഏത് കോളേജ് പഠിക്കുന്നത് രാജരാജേശ്വരി കോളേജാട്ടോ, ബാംഗ്ലൂർ മൈസൂർ റോഡ് ആ ഭാഗത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫേമസ് കോളേജാണ് പറയാം. നല്ല കോളേജാണ്. എനിക്കും പേഴ്സണലി എനിക്ക് ഈ കോളേജ് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഇത് 3ാമത്തെ വർഷമാണ്. അപ്പം ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കുറേ എനിക്ക് അഡ്മിഷൻ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ കോളേജിൽ താല്പര്യമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. പിന്നെ ഞാൻ ഒരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പർ വഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ് എന്ന് വെച്ചാൽ ഇപ്പോൾ നഴ്സിംഗ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പറയുവാണ്, ഞാൻ കഷ്ടപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എടുത്തോ, അല്ലാത്തവർ നഴ്സിംഗ് എടുക്കേണ്ട ഞാൻ പറയത്തുള്ളൂ. എനിക്ക് എൻ്റെ അഭിപ്രായം വെച്ചാൽ ഞാൻ നഴ്സിംഗ് ഫീൽഡ് എനിക്ക് താല്പര്യമില്ലാണ്ടാണ് എൻ്റെ അപ്പയുടെ അമ്മയുടെയും ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുക്കാൻ കാരണം. പിന്നെ എനിക്ക് മെല്ലെ ആദ്യത്തെ വർഷം എനിക്ക് അത്ര താല്പര്യമായിരുന്നില്ല. 2ാമത്തെ വർഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കോഴ്സ് തന്നെ. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് ഇത് പാഷനാക്കി എടുത്ത് നല്ല രീതിയിൽ എനിക്ക് ഇതുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിന് എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടും എന്നൊരു ഇതായപ്പോഴാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ലതാണ്. ഇപ്പം ഡോക്ടേഴ്സ് വെച്ച് MBBS വെച്ച് കമ്പയർ ചെയ്യുമ്പം നഴ്സിംഗ് അത്രയ്ക്കും സ്ട്രെസ്ഫുള്ളൊന്നുമല്ല, ടെൻഷൻ ഫ്രീ ആണ്. അപ്പം ഞാൻ പറയുവാണെങ്കിൽ +2 കഴിഞ്ഞ ആൾക്കാർക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എടുത്തോളൂ, കഷ്ടപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗായ്സ്, അങ്ങനെ പള്ളി കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ ഇനി കോളേജിൽ പോവാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഇവരാരും ഇല്ല, കാരണം എല്ലാവരും രാവിലെ കുർബാനയ്ക്ക് പോയി. ഞാൻ രാവിലെ എണീക്കാൻ വൈകിയോണ്ടും എനിക്ക് വയ്യാത്തതുകൊണ്ടും ഞാൻ 11 കുർബാനയ്ക്ക് വന്നു കേട്ടോ. ഇപ്പോൾ സമയം 12 ഇനി നേരെ മെസ്സിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഇനി ഫ്രഷ് ആയിട്ടാണ് ഞാൻ അടുത്ത് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഗൈസ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ജീവിതം. നഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാരുടെ ജീവിതം ഇതൊക്കെയാണ്. പള്ളിപ്പോക്ക്, ക്ലാസ്, ഹോസ്റ്റല്, ഇതൊക്കെയാണ്. പുറത്ത് പോയാൽ ബാംഗ്ലൂരിലാണെങ്കിൽ പുറത്ത് പോയാൽ പൈസ പൊട്ടെന്ന് അറിയത്തേയില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്ത് പോകാറില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ എത്തുള്ളൂ ഗൈസ്. ഫൈനലി ഹോസ്റ്റലിൽ പോയി ഗൈസ്, കഴിച്ചിട്ട് പിന്നെ ഉറങ്ങണം. പള്ളി വന്നതിൻ്റെ ക്ഷീണം കാരണം ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉറങ്ങിയിട്ടോ. പിന്നെ ഞാൻ വീണ്ടും എഴുത്ത് സ്റ്റാർട്ട് ചെയ്തേ. ഒരു ലോഡ് എഴുതാനുണ്ട്, എഴുതി മടുത്തു കേട്ടോ. ലാസ്റ്റ് ഇത് മാത്രമായിട്ട് ഇടയ്ക്ക് തീറ്റയും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറേ ബേക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അതൊക്കെ പൊട്ടിച്ച് കഴിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ വ്ളോഗ് കാണും കേട്ടോ. ചേച്ചിയുടെ വ്ളോഗ് ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പം തനിമലയുടെ വ്ളോഗ് അറിഞ്ഞൂടെ അപ്പോൾ എല്ലാവർക്കും. അപ്പം ആ വ്ളോഗ് ഞാൻ എപ്പോഴും കാണും കേട്ടോ. അപ്പോൾ എഴുത്തെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ കിടന്നുറങ്ങിയിട്ട്. അപ്പം നാളെ പോസ്റ്റിംഗ് ഉണ്ട് ഗൈസ്, 8 മണിക്കാണ് പോസ്റ്റിംഗ് ഉള്ളത്. അപ്പം അതൊക്കെ കൊണ്ട് എഴുത്തൊക്കെ നിർത്തി നേരത്തെ കിടന്നുറങ്ങി കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ കാണാവേ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ എനിക്ക് റെഡി ആവുകയാണേ. അപ്പം ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് നോർമൽ ഒരു മേക്കപ്പ് മതിയല്ലോ. ഞാനൊരു മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കും സൺസ്ക്രീമും എടുത്തുള്ളൂ.
ഞാൻ വേഗം റെഡി ആവാട്ടോ, കാരണം നമുക്കിന്ന് സമയമില്ല. 8 മണിക്ക് പോസ്റ്റിങ്ങിന് കയറണം. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. പിന്നെ എനിക്ക് മെസ്സിൽ പോവാണ്ട് ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാതെ പോയാൽ ഭയങ്കര പണിയാവുള്ളൂ. കാരണം ഒന്നാം ഹോസ്പിറ്റലിൽ കൂടെ ആയതുകൊണ്ട് തലയിറങ്ങിയ പിന്നെ ആരും നോക്കണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ വേഗം ഇറങ്ങുവാണേ. എനിക്കിനി മെസ്സിൽ പോകാൻ സമയമില്ല കേട്ടോ. അപ്പം സമയം കുറേ ആയി. പിന്നെ ഫ്രണ്ട്സ് താഴ്ന്ന് വിളിക്കുന്നുണ്ട്, മാം എത്തി വേഗം വായു പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ റൂമിൽ ഡേറ്റ്സും കുറച്ച് ബദാം ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് ഞാൻ അവിടെ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ നേരെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാണേ. അവിടെ അറ്റൻഡൻസ് കിട്ടിയിട്ട് നേരെ തിരിച്ച് പിന്നെ ക്ലാസ്സിലേക്ക് പോകും കേട്ടോ. ഇന്ന് ഫോറൻസിക് ക്ലാസ് ആട്ടോ. ഇനി ഫോറൻസിക് ക്ലാസ് ഒക്കെ കൂടി നേരെ തിരിച്ച് ഇനി ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇനി ഭയങ്കര ഹെക്റ്റിക്കാണ് അവിടെ. നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും പേഷ്യൻസും ഉണ്ട്. പിന്നെ നേഴ്സുമാരെ ഭയങ്കര മുറ്റിയ നേഴ്സുമാരായതുകൊണ്ട് നമുക്കവിടെ ഇരുത്തത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ വാർഡ് പീഡിയാട്രിക് വാർഡാണ്. പീഡിയാട്രിക് വാർഡ് കുഴപ്പമൊന്നുമില്ല. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമാണ്, കളിച്ച് വെച്ചിരിക്കാം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് നിന്ന് ഇറങ്ങി. കുറച്ച് ബുക്ക് മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ ബുക്കൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് സാധനമൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു ടൈമാവും, മെസ്സ് ക്ലോസ് ആവും. അപ്പം ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പോകാൻ വെച്ചിട്ട് ഫുഡ് റോൾ കഴിച്ചിട്ട് പിന്നെ അപ്പുറത്ത് കടന്ന് ഒരു ജ്യൂസും മേടിച്ച് കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ ചേട്ടൻ നല്ല ചേട്ടനാണ്, മലയാളിയാണ്. ഇത് കാണുമ്പോൾ എനിക്കൊരു നാട്ടിൽ പോയി ഫീലായി കടയിൽ കാണുമ്പോൾ കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊരു മാംഗോ ജ്യൂസ് കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ ക്ലാസ്സാണ്, വൈകിട്ടൊരു ക്ലാസ് ഉണ്ട്, ഒരു 5 മണി വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഡ്യൂട്ടിയും പിന്നെ ഉച്ചഞ്ഞ ക്ലാസ്സും ശരിക്കും ടയേർഡാവും ഗൈസ്. റൂമിൽ എത്തുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എഴുതാനോ ഒന്ന് പഠിക്കാനോ ഒന്നും പറ്റത്തില്ല, അത്രയ്ക്കും നമ്മൾ ടയേർഡായി പോകും കേട്ടോ. ഈ നേഴ്സ് ലൈഫ് ഇല്ലെങ്കിൽ കോളേജ് ലൈഫ് സംഭവം അടിപൊളിയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഈ റിക്വയർമെൻറ്റ്സും അസൈൻമെൻറ്റ്സും അങ്ങനത്തെ സാധനം വരുമ്പോൾ ഭയങ്കര മടുപ്പാട്ടോ. നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്കും ഹെക്റ്റിക്കാണ് അവർ തരുന്ന വർക്കൊക്കെ. പിന്നെ ആ സമയത്ത് തീർത്തില്ലെങ്കിൽ അതിനുള്ള പണി നിങ്ങൾക്ക് തരും. ക്ലാസ് എല്ലാം കഴിഞ്ഞ് നേരെ ചായ കുടിക്കാൻ പോയിട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് ചായയും കുടിച്ചു. ഇവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം കളഞ്ഞു കേട്ടോ. പിന്നെ നേരെ ഹോസ്റ്റലിൽ ചെന്നിട്ട് വേണം ബാക്കി എഴുതാനൊക്കെ ചെയ്യാനായിട്ട്. കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ ഈ റോസ്മെരി വാട്ടർ യൂസ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, കാരണം എൻ്റെ മുടിക്ക് കുറച്ചുകൂടി ഇങ്ങനെ തിക്നെസ് ഇടാൻ കാരണം ഈ റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുന്ന കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പഠിക്കാൻ പോയി ഗൈസ്. ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കാണ്ട് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ ബൈ.